ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഞങ്ങളൊരു കുഞ്ഞ് ഈവനിങ് വാക്കിന് ഇറങ്ങിയതാണ് കേട്ടോ, കുഞ്ഞിനെയും കൂട്ടിയിട്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ നിങ്ങളായിട്ടത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പണ്ട് ഇടയ്ക്കൊക്കെ ലോങ് വീഡിയോസ് ഇടാൻ പറ്റാറുണ്ടെങ്കിൽ ഇപ്പോൾ കുഞ്ഞുള്ളത് കൊണ്ട് നമുക്ക് എപ്പോഴും അങ്ങനെ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാറില്ല. അപ്പം ഞാൻ മാക്സിമം അങ്ങനെ കിട്ടുന്ന ചാൻസൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇവിടെ മഴയാണ് കേട്ടോ, എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പോലെ കുത്തനെ പെയ്യുന്നൊരു മഴയല്ല. എനിക്ക് ഇവിടുത്തെ ഈ ഒരു ക്ലൈമറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വിൻ്റർ കഴിഞ്ഞാൽ പിന്നെ നേരെ സ്പ്രിങ്ങിലോട്ട് കടന്നു കഴിഞ്ഞാൽ ഇതായിരിക്കും ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു സ്കൂളാണ്, ഒരു കാത്തലിക് സ്കൂളാണ്. ആ യെല്ലോ കളറാണ് കേട്ടോ ഇവിടുത്തെ സ്കൂൾ വാൻ വരുന്നത്. അപ്പോൾ റിക്കു ആണ് പടം നയിക്കുന്നത്. ഫസ്റ്റ് തന്നെ ആൾ സ്റ്റോളറിൽ ക്വസ്റ്റ്യനിങ് കൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ സൈൻ ബോർഡ്സൊക്കെ ശരിക്കും കാണത്തക്ക രീതിയിൽ തന്നെയാണ് എല്ലായിടത്തും ഉള്ളത്. നമുക്കറിയാലോ അത് ഇവിടെ ക്ലീനാണ്. അതുപോലെ തന്നെയും അപ്പോൾ ഈ ഫുട്പാത്തിലൂടെയാണ് നമ്മൾ സ്റ്റോളറിൽ ഉണ്ണിനെ കൊണ്ടുവന്നത്. അപ്പോൾ അറിയാമായിരിക്കും ഇപ്പം എല്ലാ വിദേശ രാജ്യങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. കണ്ടില്ല, ഇപ്പോൾ മരങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഇലകളൊക്കെ വന്നു തുടങ്ങി. ആ ഒരു കറക്റ്റ് ആ ഒരു വിൻ്റർ ടൈമിൽ എന്താ പറയുക, ഫുള്ള് മരങ്ങളൊക്കെ ഇങ്ങനെ അസ്ഥി പോലെയായിരുന്നു. ഇപ്പോൾ അത് വരുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. അപ്പോൾ ഈ പിയേഴ്സൺ പാർക്കിലാണ് കേട്ടോ നമ്മൾ ഇപ്രാവശ്യം പോകുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റ് തന്നെ വേറൊരു പാർക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇത്തവണ ഇങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. കണ്ടില്ലേ, ആ മഴ പെയ്തിട്ട് ചിലയിടങ്ങളിൽ ഈ ഒരു ഏരിയയിലൊക്കെ അത്യാവശ്യം വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. പക്ഷെ അത് പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട്, അങ്ങനെ കുറേ നേരം തങ്ങി നിൽക്കൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇവരെന്താ ഈ വിജനമായ വഴി കൂടെ പോണത്. വിജനമായ വഴിയൊന്നുമില്ല, കാഴ്ചയിൽ അങ്ങനെ കാണുമെങ്കിൽ ഒരുപാട് പേര് നടക്കാൻ വരുന്നൊരു പാർക്കാണ് കേട്ടോ. ഇവിടെ അങ്ങനെ വഴിക്ക് ഓരോ പാർക്കുകളുണ്ട്. അതുകൊണ്ട് ഓരോ ദിക്കിലും ഓരോരുത്തർ നടക്കാനും പോവും. ഈ മരങ്ങളൊക്കെ ശരിക്കും തളിർത്തതിന് ശേഷം ഫുള്ള് പച്ചപ്പായിട്ട് ഞാനൊരു വീഡിയോ ഇറക്കാം കേട്ടോ. കാരണം ഇപ്പോൾ ഇതൊന്ന് പച്ച പിടിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ റോട്ടിൽ ഇതിങ്ങനെ ഈ മരത്തുനിന്ന് വീണിട്ടുള്ളതാണ് ഈ ഒരു റെഡ് കളർ കുഞ്ഞു പൂക്കൾ കേട്ടോ. അപ്പോൾ എന്താ പറയുക, നല്ല രസമാണ് കാണാൻ. ഈ ഒരു സമയത്ത് നടക്കാനൊക്കെ ഉണ്ടല്ലോ, ഒരു ഫ്രഷ് എയറൊക്കെ കിട്ടുന്ന ഒരു വൈബാണ് ഈ ഒരു സമയത്ത് നടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ചിലയിടത്ത് ഇതിങ്ങനെ കുറച്ച് വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്നുണ്ട്. ചിലയിടത്ത് വളരെ കുറച്ച് ഇടങ്ങളിൽ മാത്രമേ അങ്ങനെ ഉണ്ടാവുള്ളൂ. അത് ഈ ഒരു ഏരിയ ആയതുകൊണ്ടായിരിക്കണം ഇങ്ങനെ. റോട്ടിലൊക്കെ ആണെങ്കിൽ അപ്പം തന്നെ നമുക്ക് മഴ പെയ്തോന്നേ അറിയില്ല കുറച്ച് നേരം കഴിഞ്ഞാട്ടോ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കുഞ്ഞു ബോർഡുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി കണ്ടും പോവാം. അങ്ങനെ നമ്മൾ നടന്ന് ഈ ഒരു പാർക്കിൻ്റെ അറ്റം എത്തി. ഇനി തിരിച്ച് അങ്ങോട്ട് നടക്കുക. ഇതാണ് നമ്മളുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് കേട്ടോ. ചുമ്മാ ഞങ്ങൾ നടക്കാനൊന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് അതേ വഴി തന്നെ നടക്കുകയാണ് കേട്ടോ, റിട്ടേൺ. ഇവിടെ കുറേ പട്ടിക്കുട്ടികളൊക്കെ കുറേ പേര് കൊണ്ടുവരും കേട്ടോ നടക്കാനൊക്കെ ആയിട്ട്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അത് വരുന്ന വരവും കാണാൻ നല്ല രസമാണ്. ഷൂവും സോക്സൊക്കെ ഇട്ടിട്ടാണ് ഓരോരുത്തർ വരുന്ന വരവ്. ഈ ഒരു വോയിസ് റെക്കോർഡ് ചെയ്ത് പകുതിയായപ്പോഴത്തേന് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വരുന്ന വഴിയിൽ ഇങ്ങനെ റോട്ടിൽ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയോ, ഇപ്പോൾ ഏകദേശം സമയം ഇവിടെ വൈകിട്ട് ഒരു 7:30-8 മണി ആവാറായിട്ടുണ്ട്. കാനഡയിൽ വന്നിട്ട് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ളൊരു കാര്യമാണത്. കാരണം ഒരു 9 മണി 10 മണി ആവാറാവുന്ന വരെയൊക്കെ ചില സമയത്ത് ഇങ്ങനെ വെളിച്ചം തങ്ങി നിൽക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെന്നൊക്കെ പറഞ്ഞാൽ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്ക് തന്നെ ഇരുട്ടാവാറുണ്ടല്ലോ. കണ്ടില്ലേ, ഒരു 8 മണി സമയത്തെ ഇതാണ് ഈ കാണുന്നത്. അത്രയും വെളിച്ചം കേട്ടോ. അപ്പോൾ നമ്മൾ റോട്ടിലേക്ക് കടന്നു വന്നേക്കാണ്. നമ്മുടെ വീട് എത്താറായിട്ടുണ്ട്. അപ്പോൾ ആ സ്കൂളെത്തി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു യെല്ലോ കളർ സ്കൂൾ വാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആകാശം ഭയങ്കര അടുത്തായിട്ടാണ് തോന്നുക. കണ്ടില്ലേ, ഫ്ലൈറ്റ് പോണതൊക്കെ നമ്മുടെ അടുത്തേക്ക് കൂടെ പോണ പോലെ നമുക്ക് തോന്നും കേട്ടോ. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരാം. ഇതാണ് സ്കങ്ക്. നമ്മുടെ അവിടുത്തെ അണ്ണാൻ വർഗ്ഗത്തിലൊക്കെ പെട്ട ഒരാളാണ് കേട്ടോ ഇത് ഇടയ്ക്ക് എലീനൊക്കെ പിടിക്കും. അതുപോലെ തന്നെ ഈ ഇൻസെക്റ്റിനെയൊക്കെ തിന്നുന്നു കേട്ടിട്ടുണ്ട്. നമുക്കിതിനെക്കുറിച്ച് ആധികാരികമായിട്ട് അറിയില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ വീട് ദോണ്ടെ എത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുട്ടി വ്ളോഗ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരയ്ക്കും ടാറ്റ. പിന്നെ ഡെയിലി ലോങ് വീഡിയോസ് ഇടണമെന്ന് വിചാരിക്കുന്നു. മാക്സിമം അങ്ങനെ ശ്രമിക്കാം. അപ്പോൾ ടാറ്റ.